ഈ വർഷത്തെ റമദാൻ മാസം മാർച്ച് 1 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് UAE നിയമങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാലിക്കുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റമദാൻ മാസത്തിൽ സാലിക്കിൻ്റെ ടൈം മാറുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പീക്ക് അവർ, അതായത് 6 ദിർഹംസ് നിരക്കിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പീക്ക് അവേഴ്സായിട്ട് കണക്കാക്കുന്നത്. ആ സമയത്താണ് 6 ദിർഹംസ് ചാർജിൽ യാത്ര ചെയ്യേണ്ടി വരിക. അത് കൂടാതെ ഓഫ് പീക്ക് എന്ന് പറയുന്നത് 4 ദിർഹംസ് ചാർജ് വരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 7 മുതൽ 9 വരെയും അതുപോലെ തന്നെ വൈകിട്ട് 5 മുതൽ രാത്രി 2 മണി വരെയാണ്. ഈ രാത്രി 2 മുതൽ പിറ്റേ ദിവസം രാവിലെ 7 വരെയുള്ള സമയത്ത് ഫ്രീ ആയിട്ടുമാണ് സാലിക്കിൻ്റെ കേസിൽ റമദാൻ മാസത്തിലുള്ള നിയമം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നതാണ് കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നിസ്കാര സമയമൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് പള്ളിയുടെ സൈഡിൽ പാർക്കിങ്ങിലായിരിക്കും ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സ്ഥലത്ത് പോയി വണ്ടി ഒതുക്കിയിട്ടിട്ട് നമ്മളങ്ങനെ പോയി നിസ്കരിച്ച് പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, നിയമലംഘനമാണ്. നമ്മൾ കാരണം മറ്റുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ അലക്ഷ്യമായിട്ട് മോസ്കിനടുത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്ന ആളുകൾക്ക് 500 ദിർഹംസ് വരെ ഫൈൻ ഉണ്ടാവുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈൻ കിട്ടുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി വരുത്താതിരിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അലക്ഷ്യമായിട്ട് റോഡിൽ വണ്ടി പാർക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് 8 മണിക്കൂറാണ്. അത് 2 മണിക്കൂർ കുറച്ച് 6 മണിക്കൂറായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ചില കേസിൽ 9 മണിക്കൂറുള്ളവരുണ്ടായിരിക്കും, അവർക്ക് 2 മണിക്കൂർ കുറച്ച് 7 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഈ ഒരു 2 മണിക്കൂർ റമദാനിൽ കുറയ്ക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഓവർ ടൈം കിട്ടാൻ അർഹത ഉള്ളതാണ്. അതായത് കമ്പനിക്ക് എന്തെങ്കിലും ഒരു സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് അർഹമായിട്ടുള്ള ഓവർ ടൈം തന്നിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയുള്ളൂ. ഓവർ ടൈമും ഇല്ല, ഈ 2 മണിക്കൂർ കട്ടും ചെയ്യുന്നില്ല എന്നുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമറിറ്റൈസേഷൻ MOHRE വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 2 കേസിനകത്തും അത് കംപ്ലയിൻ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു നന്മ കൊണ്ട് നമുക്ക് പണി കിട്ടുന്ന സിറ്റുവേഷൻ വരുന്നതാണ്. അതായത് നമ്മൾ സക്കാത്ത് പോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇവിടെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള അതോറിറ്റി വഴി തന്നെ ചെയ്യാൻ ശ്രമിക്കണം, അല്ലാത്തതിന് ഫൈൻ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ വോളണ്ടിയറായിട്ട് നമ്മളൊരു കാര്യങ്ങൾക്ക് ഈ ഇഫ്താറുമായി ബന്ധപ്പെട്ടുള്ള വോളണ്ടിയറിങ്ങിന് പോകുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ അംഗീകൃതമായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലല്ലാതെ ചെയ്യുന്നവർക്ക് 100,000 1,00,000 ദിർഹംസ് വരെ ഫൈൻ കിട്ടാവുന്ന കുറ്റമായിട്ടാണ് അതിനകത്ത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. റമദാൻ മാസത്തിൽ എല്ലാവർക്കും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് നല്ല രീതിയിൽ നോമ്പും കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് മറ്റുള്ളവർക്ക് വേദന ഇല്ലാതൊക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.